നോക്കൂ, ഇവിടെ ഇന്നലെ ഇലക്ഷൻ കമ്മീഷന് നിങ്ങളുടെ സഹോദരിയായിട്ടുള്ള ഞാൻ ഒരു പരാതി കൊടുത്തിട്ടുണ്ട്. ആ പരാതി എന്റെ മാധ്യമ സുഹൃത്തുക്കളുടെ മുന്നിൽ കൂടി വെക്കാൻ ഞാൻ ആഗ്രഹിക്കുകയാണ്. അതായത് ഇത്ര കണ്ട് കേരളത്തിൽ ഒരു സൈബർ അറ്റാക്കിന് വിധേയയായിട്ടുള്ള ഒരു സ്ഥാനാർത്ഥി വേറെ ഇല്ല എന്നുള്ളതാണ്. കഴിഞ്ഞ തവണ ഉണ്ടായിരുന്നു ഒരു ജനാധിപത്യ മഹിളാ അസോസിയേഷന്റെ നേതാവും മുൻ മന്ത്രിയുമായിരുന്നു കഴിഞ്ഞ തവണ സൈബർ അറ്റാക്കിന് വിധേയമായതെങ്കിൽ അവരുടെ തന്നെ മുഖ്യമന്ത്രി പോലും ഇത് തെറ്റാണ് എന്ന് വടകരയിൽ പറഞ്ഞില്ല എന്നുള്ളതും ഞാൻ ഓർക്കുകയാണ്. വടകരയിലെ മാർക്സിസ്റ്റ് പാർട്ടിയുടെ സ്ഥാനാർത്ഥിക്കെതിരെ പാലക്കാട് നിന്ന് വണ്ടി കയറിപ്പോയ UDF-കാരൻ അവിടെ വലിയ സൈബർ അറ്റാക്കിന് വിധേയമാക്കിയപ്പോ അവരുടെ തന്നെ ഗ്യാങ് ആണ് ഞാൻ പറയാൻ ആഗ്രഹിക്കുന്നു. കഴിഞ്ഞ 10-20 വർഷമായി പൊതുരംഗത്ത് നിൽക്കുന്ന ഏതൊരു സ്ത്രീ വേദനിക്കപ്പെടുമ്പോഴും ആ സ്ത്രീയുടെ കൂടെ നിൽക്കുന്ന ഒരു വ്യക്തി എന്നുള്ള രീതിയിൽ ഞാൻ പറയുകയാണ്, എന്നെ ഇന്നലെയും അതുപോലെ തന്നെ കഴിഞ്ഞ ഒരാഴ്ചയായിട്ട് സൈബർ അറ്റാക്ക് നടത്തിക്കൊണ്ടിരിക്കുന്നത് ഇവിടുത്തെ മാധ്യമ പ്രവർത്തകരോട് പോലും വിശദീകരിക്കാൻ പറ്റാത്ത അത്രയും അറപ്പും വെറുപ്പും ഉളവാക്കുന്ന രീതിയിലാണ്. കൂടുതൽ വാർത്തകളും വിശേഷങ്ങളും നേരിട്ട് ലഭിക്കാൻ ജനങ്ങളിൽ നിന്ന് ജനങ്ങളിലേക്ക് ജനഭൂമി ന്യൂസ് സബ്സ്ക്രൈബ് ചെയ്യൂ. ബെൽ ബട്ടൺ അമർത്താനും മറക്കരുത്.